ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ നേരിട്ട് യോഗങ്ങൾ വിളിച്ച ശൈലി മാറ്റി മുഖ്യമന്ത്രി. വരുന്ന 2 ആഴ്ചയ്ക്കിടെ 3 യോഗങ്ങളാണ് വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിളിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റൽ. കനത്ത തിരിച്ചടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ഏറ്റുവാങ്ങിയതോടെയാണ് മുഖ്യമന്ത്രിയും പതിവ് ശൈലി മാറ്റുന്നത്. ഭരണവിരുദ്ധ വികാരമാണ് ഇത്രയും വലിയ തിരിച്ചടിക്ക് കാരണമെന്ന് CPM തുറന്നു സമ്മതിച്ചിരുന്നു. മുഖ്യമന്ത്രി ശൈലി മാറ്റണമെന്ന് നേതൃയോഗത്തിൽ നേതാക്കൾ തുറന്നടിച്ചു. ഇതോടെയാണ് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ജനകീയ പ്രശ്നങ്ങളിൽ മുഖ്യമന്ത്രി നേരിട്ട യോഗങ്ങൾ വിളിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം ഇപ്പോഴും രൂക്ഷമായി തുടരുന്നുണ്ട്. ഇടുക്കി, വയനാട് ജില്ലകളിലാണ് വന്യജീവി ആക്രമണം രൂക്ഷമായിരിക്കുന്നത്. ഇത് പരിഹരിക്കാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന പരാതി വ്യാപകമായി ഉയർന്നിരുന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി ഈ വിഷയം ചർച്ച ചെയ്യാൻ യോഗം വിളിച്ചിരിക്കുകയാണ്. ഈ മാസം 26-ന് ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേരും. ഏലം കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് അടുത്ത യോഗം ചേരുന്നത്. കനത്ത വേനലിൽ ഏലച്ചെടികൾ കരിഞ്ഞുണങ്ങിയത് കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ആ ഘട്ടത്തിൽ വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യമുയർന്നെങ്കിലും മുഖ്യമന്ത്രി അനങ്ങിയില്ല. അടുത്ത മാസം 3-ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ യോഗം ചേരാനാണ് ഇപ്പോൾ തീരുമാനം. സംസ്ഥാനത്തെ റിസോർട്ട്, ഹോം സ്റ്റേ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ അടുത്ത മാസം 9-ന് യോഗം ചേരുന്നുണ്ട്. മുൻപ് മുഖ്യമന്ത്രി വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ ശേഷം ആദ്യം ലോക കേരള സഭയുടെ ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ യോഗം വിളിച്ചത് വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. സംസ്ഥാനം രൂക്ഷമായ മഴക്കെടുതികൾ നേരിട്ടപ്പോഴായിരുന്നു ലോക കേരള സഭയ്ക്കായി യോഗം വിളിച്ചത്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാനും യോഗം വിളിച്ചിരുന്നില്ല. നിലവിലെ തിരിച്ചടി കണക്കിലെടുത്ത് വിവിധ മേഖലകളിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തുടർന്നും യോഗങ്ങൾ വിളിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നീക്കം. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.